ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായി മാറാറുണ്ട്. പേരന്റിങ്ങിനെക്കുറിച്ചും മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെയുള്ള പ്രതികരണങ്ങൾ വിവാദമായിരുന്നു. എൻഗേജ്മെന്റിന് മുമ്പായിരുന്നു മൂത്ത മകളായ പൊന്നു ഒളിച്ചോടിയത്. ഇഷ്ടമല്ലാത്ത വിവാഹമായിരുന്നതിനാലും തന്റെ പ്രണയം വീട്ടുകാർ അംഗീകരിക്കാത്തതിനാലായിരുന്നു ഈ തീരുമാനം. ബ്ലോഗിലൂടെയായി ഇരു കൂട്ടരും സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. 2 മാസത്തിനു ശേഷം പൊന്നുവും ഷെബിനും വീട്ടിലേക്കെത്തിയപ്പോൾ അച്ഛനും അമ്മയും അവരെ സ്വീകരിക്കുകയായിരുന്നു. മേക്കപ്പ് കോഴ്സ് പൂർത്തിയാക്കി സ്വന്തമായി ജോലിയും വരുമാനവും ഒക്കെയായി മുന്നേറുകയാണ് ഇപ്പോൾ പൊന്നു. 2ാമത്തെ മകളായ നന്ദന വിവാഹത്തിന് മാസങ്ങൾ ബാക്കി നിൽക്കവെയായിരുന്നു ഇറങ്ങിപ്പോയത്. അന്നത്തെ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും വേദനയാണ്. അച്ഛനെയും അമ്മയെയും ഇത്രയധികം വേദനിപ്പിച്ചാണ് അവൾ പോയത്. വീട്ടിൽ നിന്നും പോയാലും അവൾ ഇപ്പോഴും ഞങ്ങളുടെ മകൾ തന്നെയാണ്. എന്നും നന്നായിരിക്കണമെന്നാണ് ആഗ്രഹം. മകളോടുള്ള സ്നേഹത്തിന് തെല്ലും കുറവ് വന്നിട്ടില്ലെന്നും അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. പുത്തൻ വീഡിയോയിലും മകളെക്കുറിച്ചായിരുന്നു അച്ഛനും അമ്മയും സംസാരിച്ചത്. മക്കളോടുള്ള സ്നേഹം ഒരിക്കലും അളക്കാൻ പറ്റില്ല. നല്ലൊരു അച്ഛനും അമ്മയ്ക്കും മക്കളെ അളന്നും തൂക്കിയും സ്നേഹിക്കാനാവില്ല. അവർ ഏത് ദുനിയാവിലേക്ക് പോയാലും ഞങ്ങളുടെയാണെന്ന ബോധ്യം എന്നും ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടാവും. അത് നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല, സ്നേഹിക്കാത്തതിൻ്റെയോ വളർത്താത്തതിൻ്റെയോ കുഴപ്പം കൊണ്ടല്ല, ഒരു മൂടൽമഞ്ഞിൻ്റെ ഉള്ളിൽപ്പെട്ട അവസ്ഥയാണ്. അതൊക്കെ മാറി വരും. എല്ലാം തെളിയുമെന്നാണ് പ്രതീക്ഷ. അച്ഛൻ എന്താണ് അമ്മ എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയം വരും. അവരും അച്ഛനും അമ്മയുമാകുമ്പോൾ. പൊന്നുവും ഷെബിനും സ്ട്രിക്റ്റായാണ് മകളെ വളർത്തുന്നത്. ചില കാര്യങ്ങൾ കാണുമ്പോൾ പലതും ചിന്തിച്ചു പോകും. അവരവരുടെ മക്കളിൽ അച്ഛനും അമ്മയും എത്ര സ്വാർത്ഥരാണെന്ന് ഇപ്പോൾ മനസ്സിലാവും. കുഞ്ഞൻ പോയപ്പോൾ പൊന്നുവിനും നല്ല വിഷമമായിരുന്നു. പോകുമ്പോൾ വീട്ടിലെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് അറിയാമല്ലോ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ. അവർക്ക് നല്ല പേടിയാണ്. മക്കൾക്ക് മോശം വരുന്നൊരു കാര്യവും അച്ഛനും അമ്മയും ചെയ്യില്ല. താൽക്കാലികമായി അവിടെ നിന്നും ഇവിടെ നിന്നും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. എന്നും അതുണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നായിരുന്നു അച്ഛനും പറഞ്ഞത്.